ഹായ് ഡിയേഴ്സ്, നമുക്കെന്താ മുരിങ്ങാക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ എന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മുരിങ്ങാക്കൊമ്പാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഞാൻ എൻ്റെ മുറ്റത്ത് നട്ടതാണ്. അതിൽ ഇപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം കറിയൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ അതിൽ ഞാനിതാ മുരിങ്ങയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കാന്താരി മുളകും വച്ചു. എന്നിട്ട് ഇരുന്ന് ഈരാണ് കേട്ടോ. ഞാൻ മുരിങ്ങൻ്റെ ഇല ഈരണത് ഇതുപോലെയാണ് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ഈർന്ന് കഴിയും. എൻ്റെ ഉമ്മ പണ്ട് പറയും ഇങ്ങനെ ചെറിയ ചെറിയ കമ്പൊക്കെ അതിൽ കിടക്കണത് നല്ലതാണ്, നമ്മളെ കണ്ണിന് നല്ലതാണെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് വൃത്തിയാക്കി ഓരോ ഇലകളൊക്കെ എടുത്തിട്ട് ഈരുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ച് കമ്പുകളൊക്കെ ഇട്ട് അങ്ങനെയാണ് കറി വെക്കാറ്. അങ്ങനെ അതാ മുരിങ്ങൻ്റെ ഈർന്നൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാനത് കഴുകിയെടുത്തു. അതിനുശേഷം ഞാനത് കുറച്ച് ചീരുള്ളി, വെളുത്തുള്ളി, ഞാൻ മുരിങ്ങാക്കറി വെക്കുമ്പം എനിക്ക് വെളുത്തുള്ളി എല്ലാ കറിയിലേക്കും ഞാൻ വെളുത്തുള്ളി മാക്സിമം യൂസ് ചെയ്യും കേട്ടോ. മുരിങ്ങാക്കറിക്ക് പ്രത്യേകിച്ച് ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് വറവിടുക. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് ഞാനൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായതിനു ശേഷം ഞാൻ അരിഞ്ഞെടുത്ത ചീരുള്ളി, വെളുത്തുള്ളിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാനിതാ കുറച്ച് ചീരാപ്പറങ്കി മുളകും ഞാൻ ഇതുപോലെ തന്നെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ അതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും തന്നെ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉപ്പും അതിൽ തന്നെ ചേർക്കാറാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് ഇത് അത്യാവശ്യം ഒരു മൂപ്പായി ചുവന്ന് വരുന്ന ആ ഒരു സമയത്ത്, നന്നായി ചുവക്കണ്ട, ഒരു കുറച്ച് ചുമന്ന് വരുന്ന ആ ഒരു സമയത്ത് തന്നെ വെള്ളം, അല്ലെങ്കിൽ ചിലർ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിക്കുക. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കും. ഇന്നിപ്പോൾ ഞാനത് പെട്ടെന്ന് ആണ് മുരിങ്ങാക്കറിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് വെച്ചില്ല, അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈരി വെച്ച മുരിങ്ങ അതിലേക്കിടുക. മുരിങ്ങ ഇടുമ്പോൾ നമ്മൾ സ്വാഭാവികമാണല്ലോ, ഇലകളൊക്കെ ആകുമ്പം അത് ചട്ടി നിറഞ്ഞ് വരുമെങ്കിലും അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇളക്കാനും അതിനൊക്കെ ആയാസം കിട്ടും. അങ്ങനെ ഞാനിതാ അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ടു. ഇട്ടപ്പോൾ ഇതാ ചട്ടി നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതൊന്ന് ഇളക്കിയെടുത്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി എന്നിട്ട് അത് അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മുരിങ്ങാക്കറി. പിന്നെ ഞാൻ വിചാരിക്കണ മാക്സിമം എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ് മുരിങ്ങാക്കറി എന്നാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ പൊരിച്ച മീനോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ഇങ്ങനെ എന്തും അങ്ങനത്തത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലേക്ക് നല്ല കാന്താരി മുളക് ഇട്ട് പൊള്ളിച്ചെടുത്ത മീൻ തന്നെയാണ് കേട്ടോ. ഫിഷ് തന്നെയാണ്, പൂമീൻ എന്ന് പറയും. ആ മീനും അതുപോലെ മുരിങ്ങാക്കറിയും നന്നായിട്ട് ചോറ് കഴിക്കും. എനിക്കും അതുപോലെ മക്കൾക്ക്, ഹസ്ബൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ മുരിങ്ങാക്കറി. അതുകൊണ്ട് തന്നെ മുരിങ്ങമേൽ ഇല ഉണ്ടായാൽ തന്നെ ഞാനത് പെട്ടെന്ന് എടുത്തിട്ട് കറി വെക്കും. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എല്ലാവർക്കും ഇത് അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കണ കുട്ടികളോ അതുപോലെ ഏതെങ്കിലും ഹോസ്റ്റലിലോ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.